28 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി. പ്രമുഖ കമ്പനികളായ കജാരിയ, ജോൺസൺ, സിംപോളോ, ജാഗ്വർ, ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ, സാനിറ്ററി വെയറുകൾ, ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി. SSF പട്ടാമ്പി ഡിവിഷൻ സാഹിത്യോത്സവ് ജൂലൈ 13-14 തീയതികളിൽ ഞാങ്ങാട്രിയിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SSF പട്ടാമ്പി ഡിവിഷൻ 31ാമത് എഡിഷൻ സാഹിത്യോത്സവത്തിനാണ് ഞാങ്ങാട്രി വേദിയാകുന്നത്. സാഹിത്യ സമൂഹം സകാല്യ പ്രതിരോധം എന്ന പ്രമേയത്തിലാണ് സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. 8 വേദികളിലായാണ് സാഹിത്യോത്സവം നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാഹിത്യ സമൂഹം സാകല്യ പ്രതിരോധം എന്ന പ്രമേയത്തിൽ 2024 ജൂലൈ 13-14 ശനി ഞായർ തീയതികളിലായി ഞാങ്ങാട്രിയിൽ ഉമർ അൽ ഹസനി നഗറിൽ 8 വേദികളിലായി നടക്കും. ബാല്യകൗമാര യൗവനങ്ങളുടെ സർഗപ്പോര് ഫാമിലികളിൽ തുടങ്ങി പിന്നീട് യൂണിറ്റ് കേന്ദ്രങ്ങളിൽ കൂടി 8 സെക്ടർ കേന്ദ്രങ്ങളിലും പൂർത്തീകരിച്ച ശേഷമാണ് വിദ്യാർത്ഥികൾ ഡിവിഷൻ സാഹിത്യോത്സവം മാറ്റുരക്കുന്നത്. പട്ടാമ്പി ഷൊർണൂർ നഗരസഭകൾ, പരുതൂർ, മുതുതല, തൃത്താല, വല്ലപ്പുഴ, ഓങ്ങല്ലൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ 1000ഓളം മത്സരാർത്ഥികൾ 140ലധികം മത്സരങ്ങളിലാണ് മാറ്റുരക്കുക. ശനിയാഴ്ച വൈകുന്നേരം നടക്കുന്ന പരിപാടിയിൽ കേരള പാർലമെന്റ് കാര്യമന്ത്രി MP രാജേഷ് സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും. സീനിയർ ജേർണലിസ്റ്റ് രാജീവ് ശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തും. സാഹിത്യ സമൂഹം സാകല്യ പ്രതിരോധം എന്ന പ്രമേയത്തിൽ സാഹിത്യ ചർച്ചയും നടക്കും. സമൂഹത്തിന് കലകളിലൂടെ ദിശാബോധം നൽകുക എന്നതാണ് സാഹിത്യോത്സവത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പട്ടാമ്പി, ഷൊർണൂർ നഗരസഭകൾ, പരുതൂർ, മുതുതല, ഓങ്ങല്ലൂർ, വല്ലപ്പുഴ, തൃത്താല പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ 1000ഓളം മത്സരാർത്ഥികൾ 140ലധികം മത്സര ഇനങ്ങളിലായി പങ്കെടുക്കും. ശനിയാഴ്ച വൈകുന്നേരം മന്ത്രി MP രാജേഷ് സാഹിത്യോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. സീനിയർ ജേർണലിസ്റ്റ് രാജീവ് ശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തും. സമാപന സംഗമം കേരള മുസ്ലിം ജമാഅത്തെ ജില്ലാ പ്രസിഡന്റ് NK സിറാജുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും. SSF ജില്ലാ സെക്രട്ടറി മുഹമ്മദ് റാഫി പൈലിപ്പുറം സന്ദേശ പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ഡിവിഷൻ പ്രസിഡന്റ് മുഹമ്മദ് അൻസുറുദ്ദീൻ ഗുദ്ബി, ജനറൽ സെക്രട്ടറി അഹമ്മദ് അഷറഫ് പട്ടാമ്പി, സാഹിത്യോത്സവ് ചെയർമാൻ ഷാബുദ്ദീൻ സക്കാഫി, ഫവാസ് സക്കാഫി, മുസ്തഫ മുയിനി എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. പുതിയ കാല കൗമാര യൗവനങ്ങൾക്ക് സാഹിത്യത്തിൻ്റെ സംഭാവനകളും അതുപോലെ തന്നെ സാഹിത്യം പ്രതിരോധം തീർത്തത് എത്തരത്തിലാണെന്നുള്ള ഉൾക്കാഴ്ചയുണ്ടാക്കുന്നതിന് വേണ്ടിയുമുള്ള ഒരു ചർച്ചയും ഈ ഉദ്ഘാടന സെഷന് ശേഷം നടക്കുന്നുണ്ട്. അതിൽ പ്രമുഖ നേതാക്കളായ അജ്മൽ ഹാദി, അതുപോലെ മുസ്തഫ മൊയ്നി, അൻസറുദ്ദീൻ കുത്തുബി തുടങ്ങിയ നിസാർ പന്നിയങ്കുന്ന് തുടങ്ങിയ ആളുകൾ വളരെ വിശാലമായ ചർച്ചകൾക്ക് നേതൃത്വം നൽകും. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച സീനിയർ ജേർണലിസ്റ്റ് രാജീവ് ശങ്കരൻ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് മുഖ്യപ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ഞായറാഴ്ച നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയുണ്ട്. അതുപോലെ സമാപന സംഗമത്തിൽ ഈ 8 സെക്ടറുകളിലെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ആളുകൾക്കുള്ള സമ്മാന വിതരണവും അടക്കമുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും ട്രോഫിയും നൽകി വിദ്യാർത്ഥികളെ സാഹിത്യത്തോട് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ഇവന്റ് കൂടിയാണ് എന്ന സാഹിത്യോത്സവം.